നിക്ഷേപവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് SFI സംസ്ഥാന നേതൃത്വം. SFIയുടെ നേതൃത്വത്തിലുള്ള കേരള ആയുർവേദ സ്റ്റുഡൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു 1000ഓളം വിദ്യാർത്ഥികളുടെ സെക്രട്ടേറിയറ്റ് റാലി. ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട് 20 വർഷം പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് വില്ലേജ് ഓഫീസറുടെയോ തഹസീൽദാരുടെയോ കത്തുണ്ടെങ്കിൽ ചികിത്സ നടത്താമെന്നായിരുന്നു കഴിഞ്ഞ മാസത്തെ സർക്കാർ ഉത്തരവ്. എന്നാൽ ഉത്തരവിന്റെ മറവിൽ അരിഷ്ട കച്ചവടക്കാരും മറ്റു വ്യാജന്മാരും സമൂഹത്തിന് ഭീഷണിയാകുമെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. പ്രകടനത്തിനിടെ നേരിയ സംഘർഷമുണ്ടായി. ഒരാഴ്ചയിലധികമായി കോളേജുകളിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുന്നതിന്റെ തുടർച്ചയായിരുന്നു റാലി. എന്നാൽ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞിട്ടില്ലെന്നും പ്രതിഷേധം സംഘടിപ്പിച്ചവരുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണെന്നും SFI സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. ഇല്ലാത്തൊരു ഉത്തരവിന്റെ പേരിലാണ് സമരം നടന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആൾക്കാർ തെറ്റായ പ്രചരണം നടത്തി ആയുർവേദ മേഖലയിലെ വിദ്യാർത്ഥികളെ സർക്കാരിനെതിരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. SFIക്കും ബന്ധമില്ല, ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവർ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയിൽ തെറ്റായിട്ടൊരു പ്രചരണം ആയുർവേദ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇവിടെ വ്യാജ വൈദ്യന്മാർക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. തെറ്റായ പ്രചരണം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇളക്കി വിടുകയാണ്. പിന്നെ SFI കൊടി പിടിച്ച് എനിക്ക് തോന്നുന്നത് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിൽ പങ്കെടുത്ത ഒരാൾക്ക് SFI ആയിട്ടൊരു ബന്ധമില്ല. സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞതിനെ തുടർന്ന് എല്ലാ ഗവൺമെന്റ് ആയുർവേദ കോളേജുകളിലെയും SFI യൂണിറ്റുകൾ രാജി സമർപ്പിച്ചതായി KASC അറിയിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.